വെൽക്കം ടു ഓൾ. എഡ്യൂടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 10th ഫസ്റ്റ് ചാപ്റ്ററിലെ കണ്ടിന്യൂഷനായ ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചാണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു എന്താണ് ഡി ബ്ലോക്ക് എലമെൻസ് എന്ന്. നമ്മൾ പീരിയോഡിക് ടേബിളിനകത്ത് 3 to 12th ഗ്രൂപ്പ് എലമെൻറ്റ്സ്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ എലമെൻസിനെ പറയുന്ന പേരാണ് എന്ത്? ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. 3 മുതൽ 12 വരെ 3 to 12th ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവയെ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ ദീസ് എലമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡി ബ്ലോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം. സോ വെൻ യു കൺസിഡർ ദ എലമെൻറ്റ്സ് വിച്ച് ആർ പ്രസന്റ് ഇൻ ദി തേർഡ് ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പിനകത്ത് വരുന്ന എലമെൻ്റാണ് സ്കാൻഡിയം 21, ഫോർത്ത് ഗ്രൂപ്പ് ടൈറ്റാനിയം 22, ഫിഫ്ത്ത് ഗ്രൂപ്പ് വനേഡിയം 23, സിക്സ്ത് ഗ്രൂപ്പ് ക്രോമിയം 24 ആൻഡ് സോ ഓൺ. തൽക്കാലം നമ്മൾ ഇത്ര എലമെൻറ്റ്സിനെ മാത്രം പരിശോധിക്കുന്നു. സോ വെൻ യു റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദീസ് എലമെൻറ്റ്സ്, സോ വി ഗെറ്റ് ആർഗൺ, ദെൻ 3d1 4s2. ഇങ്ങനെ എഴുതേണ്ട റീസൺ മനസ്സിലായി കാണാം. ആർഗൺ 18th അറ്റോമിക് നമ്പറുള്ള നോബൽ ഗ്യാസ് ആണ്. ദെൻ കംസ് 3d1 4s2 ഓർ 4s2 3d1. ഓക്കെ, അതുപോലെ ടൈറ്റാനിയം നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ആർഗൺ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ്, ദെൻ 3d2 4s2, ഹിയർ 3d3 4s2, ആർഗൺ കഴിഞ്ഞിട്ട് 3d3 4s2, ആൻഡ് ഇൻ ദിസ് കേസ് ഓഫ് ക്രോമിയം 3d5 4s1 ആൻഡ് സോ ഓൺ. ഈ രീതിയിൽ പോകും. അതായത് നമുക്ക് കാണാൻ പറ്റും ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു ദി ഡി സബ്ഷെൽ. ഡി സബ്ഷെൽ ഒരു പ്രത്യേകതയുണ്ട്, ഇറ്റ് ഈസ് എ പെനൾട്ടിമേറ്റ് ഷെൽ. ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് ആക്ച്വലി ഫോറസ് സബ്ഷെൽ. ഫോറസ് സബ്ഷെലിന്റെ അകത്തെ ഷെല്ലായ ഡി സബ്ഷെലിനകത്താണ് അവസാന ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത്. സോ ദീസ് എലമെന്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡി ബ്ലോക്ക്. അപ്പോൾ എന്തുകൊണ്ട് 3 to 12th ഗ്രൂപ്പ് എലമെന്റ്സിന് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ കേസ് ഓഫ് ദീസ് എലമെന്റ്സ് their last electron is added to the penultimate D subshell. Okay, penultimate shell അല്ലെങ്കിൽ penultimate shell ആയ ഡി സബ്ഷെലിനകത്താണ് എന്ത് ചെയ്യുന്നത്? അകത്തെ ഷെല്ലായ ഡി സബ്ഷെലിനകത്താണ് അവസാന ഇലക്ട്രോണുകൾ വന്ന് നിറയുന്നത്. സോ ദീസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ഡി ബ്ലോക്ക്. അപ്പോൾ മനസ്സിലായല്ലോ, 3 to 12th ഗ്രൂപ്പ് എലമെന്റ്സ് ആർ കോൾഡ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, എന്തുകൊണ്ട് ഡി ബ്ലോക്ക് എന്ന് വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ their last electron is added to the D subshell or their electronic configuration ends in penultimate D subshell. അകത്തെ ഷെല്ലായ ഡി സബ്ഷെലിനകത്താണ് എന്ത് ചെയ്യുന്നത്? ലാസ്റ്റ് ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാവുന്നതിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതിനെ കുറിച്ചാണ്. നമ്മൾ എസ് ബ്ലോക്കിൻ്റെ ഗ്രൂപ്പ് നമ്പർ പഠിച്ചു, പി ബ്ലോക്കിൻ്റെ പഠിച്ചു. അതുപോലെ ഡി ബ്ലോക്ക് എലമെന്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? സോ ഇൻ ദ കേസ് ഓഫ് സ്കാൻഡിയം ഇറ്റ്സ് ഗ്രൂപ്പ് നമ്പർ ഈസ് 3. When you look at the electrons which are present in the outermost S and D subshell, it is 2 and 1 respectively. So when you add the number of electrons present in outermost S and penultimate D subshell, we get 3. That means for finding the group number of D block elements, find the sum of the number of electrons present in the outermost S subshell and inner or penultimate D subshell. Okay, ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും അതിൻ്റെ എന്ന് പറയുന്നത് ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെയും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിലെയും ആകെ ഇലക്ട്രോണുകളുടെ എണ്ണമായി. സോ വി ഗെറ്റ് 3 is the group number of സ്കാൻഡിയം. അതുപോലെ ടൈറ്റാനിയം നിങ്ങൾ നോക്കി 2 + 2 4 കിട്ടും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് എസിനകത്ത് 2, തൊട്ടുള്ളിൽ ഡിക്കകത്ത് 3, 3 + 2 5 കിട്ടും. സോ ഇങ്ങനെ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഇൻ ദ കേസ് ഓഫ് എനി എലമെന്റ്സ് their period number is the shell number of outermost subshell. In the case of scandium, here its outermost shell is actually 4s. Its shell number is 4, so period number is also 4. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പീരിയഡ് നമ്പറും ഗ്രൂപ്പ് നമ്പറും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്, എന്തുകൊണ്ട് അവയെ ഡി ബ്ലോക്കിൽ ഉൾപ്പെടുത്തിയെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ സ്വഭാവ സവിശേഷതകൾ. സോ ഒന്നാമത്തെ ക്യാരക്ടറായിട്ട് പറയാൻ പറ്റും ഓൾ ദ എലമെന്റ്സ് പ്രസന്റ് ഇൻ ദി ഡി ബ്ലോക്ക് ആർ മെറ്റൽസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി ബ്ലോക്കിനകത്ത് വരുന്ന എല്ലാ എലമെന്റ്സും എന്താണ്? മെറ്റൽസ് ആണ്. ഓൾ ദി എലമെന്റ്സ് ആർ മെറ്റൽസ് ആൻഡ് ദേ എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ് എക്സെപ്റ്റ് മെർക്കുറി. നിങ്ങൾ ആ
പീരിയോഡിക് ടേബിളിനകത്തുള്ള എലമെന്റ്സിനെ നോക്കുകയാണെങ്കിൽ എല്ലാ എലമെന്റ്സും സോളിഡ് സ്റ്റേറ്റിൽ ഖരാവസ്ഥയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു കാണാൻ പറ്റും, എക്സെപ്റ്റ് മെർക്കുറി. മെർക്കുറി എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് മെറ്റലാണ്. സാധാരണ അന്തരീക്ഷ ഊഷ്മാവിൽ ദ്രാവക അവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു മെറ്റലാണ് എന്ന് പറയുന്നത് മെർക്കുറി എന്ന് പറയുന്നത്. ബാക്കി എല്ലാം തന്നെ ഏതവസ്ഥയിൽ കാണപ്പെടുന്നു? ഖരാവസ്ഥയിലാണ്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി. ഓൾ ദ എലമെന്റ്സ് എക്സിസ്റ്റിംഗ് സോളിഡ് സ്റ്റേറ്റ് എക്സെപ്റ്റ് മെർക്കുറി. മെർക്കുറി ഒഴികെയുള്ള മറ്റെല്ലാ എലമെന്റ്സും ഏത് സോളിഡ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓൾ ദ എലമെന്റ്സ് എക്സിസ്റ്റിംഗ് സോളിഡ് സ്റ്റേറ്റ് ആണ് എക്സെപ്റ്റ് ആര്? മെർക്കുറി ഒഴികെ മറ്റെല്ലാ എലമെന്റ്സും എന്താണ്? സോളിഡ് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്യുന്നത്? എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി നമുക്ക് പറയാൻ പറ്റും. ദീസ് എലമെന്റ് ഷോസ് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് നോട്ട് ഓൺലി ഇൻ ഗ്രൂപ്പ് ബട്ട് ഓൾസോ ഇൻ പീരീഡ്. ഓക്കെ, അതായത് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിലും പീരീഡിലും ഗുണങ്ങളിൽ സ്വഭാവങ്ങളിൽ സാദൃശ്യം പുലർത്തുന്നവയാണ്. ഓക്കെ, ഗ്രൂപ്പിൽ മാത്രമല്ല, നമുക്കറിയാം ഓൾറെഡി എലമെന്റ് ഷോസ് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ബിക്കോസ് ഓഫ് ദി സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. വാലൻസ് ഇലക്ട്രോൺസിന്റെ എണ്ണം തുല്യമായതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. In the case of d block elements, these elements possess similarities in properties not only in group but also in period. Okay, ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? സ്വഭാവങ്ങളിൽ സാദൃശ്യം കാണിക്കും. That is another property. D block elements shows similarities in properties in groups and periods. And the reason കൂടി ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ നേരത്തെ കണ്ട എലമെന്റ്സ് സ്കാൻഡിയം 21, then ടൈറ്റാനിയം 20, രണ്ട് എലമെന്റ്സിനെ മാത്രമേ തൽക്കാലം എടുക്കുന്ന എക്സാമ്പിൾ ആയിട്ട്. സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ ആർഗൺ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് then 3d1 4s2. ഹിയർ ഇറ്റ് ഈസ് ആർഗൺ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് 3d2 4s2. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രൂപ്പിലെ കാര്യം അറിയാം, എല്ലാത്തിൻ്റെയും കോമൺ ആയിട്ട് 3d1 4s2 എടുത്ത 4d1 5s2 അങ്ങനെ ആയിരിക്കും ഗ്രൂപ്പിൽ പോകുന്നത്. എന്നാൽ നിങ്ങൾ ഈ പീരീഡ് നോക്കുകയാണെങ്കിൽ വിച്ച് ഇസ് ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദി എലമെന്റ്സ്, ഈ പീരീഡിൽ വരുന്ന ഈ ഒരു സെയിം പീരീഡിൽ വരുന്ന എലമെന്റ്സിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ എന്താണ്? ഫോറസ് ആണ്. ഇവിടെ എല്ലാം എന്താണ്? ഫോറസ് ആണ്. ഒരു ആറ്റം കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. ഹിയർ അത് ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് ഫോറസ്. എല്ലാത്തിൻ്റെയും, അതായത് ഈ ഒരു പീരീഡിൽ വരുന്ന എല്ലാ എലമെന്റ്സിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെൽ എന്തായിരിക്കും? ഫോറസ് ആയിരിക്കും. സോ ഫസ്റ്റ് ഫോർ ദ ഇലക്ട്രോൺസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഫോറസ് സബ്ഷെൽ ദാറ്റ് എക്വാർഡ് ഇൻ കെമിക്കൽ റിയാക്ഷൻ. സോ ഇറ്റ് ഷോസ് സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ്. അതുപോലെ നമ്മൾ ഫിഫ്ത്ത് പീരീഡിലുള്ള എലമെന്റ്സ് എടുക്കുകയാണെങ്കിൽ ഔട്ടർ മോസ്റ്റ് സബ്ഷെൽ എന്ന് പറയുന്നത് ഏതായിരിക്കും? 5s ആയിരിക്കും. 5sനകത്തുള്ള ഇലക്ട്രോൺസ് ആയിരിക്കും ആദ്യം എന്ത് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. സോ ദീസ് എലമെന്റ്സ് ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് പീരീഡിലും ഗ്രൂപ്പിലും പ്രോപ്പർട്ടീസ് സിമിലാരിറ്റീസ് കാണിക്കുന്നത് മനസ്സിലായില്ലേ? എനിവേ ദാറ്റ് ഈസ് അനദർ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്. ഗ്രൂപ്പിലും പീരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്? സ്വഭാവങ്ങളിൽ സാദൃശ്യം കാണിക്കുന്ന മൂലകങ്ങളാണ് ആരെന്ന് പറയുന്നത്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത പ്രോപ്പർട്ടി ആയിട്ട് പറയുമ്പോൾ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരീഡ്സ്. ഗ്രൂപ്പിലും എന്ത് ചെയ്യുന്നത്? പീരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി. ഓക്കെ, ദെൻ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് most of the colored compounds are the compounds of d block elements. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക കളേർഡ് കോമ്പൗണ്ട്സ്, നിറമുള്ള സംയുക്തങ്ങളും ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ടുകളായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ അപ്പോൾ ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. അവർ എന്ത് ചെയ്യുന്നുണ്ട്? കളേർഡ് കോമ്പൗണ്ട്സിനെ ഫോം ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടുമിക്ക കളേർഡ് കോമ്പൗണ്ടുകൾ എന്താണ്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ് കോപ്പർ സൾഫേറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് ബ്ലൂ വിട്രിയോൾ. ഇറ്റ്സ് കളർ ഈസ് ബ്ലൂ. അപ്പോൾ കോപ്പർ സൾഫേറ്റ് ബ്ലൂ കളർ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ ഫെറസ് സൾഫേറ്റ് ഒരു ലൈറ്റ് ഗ്രീൻ കളർ തരുന്നുണ്ട്. അതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വയലറ്റ് കളർ വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക അത് ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ട്സ് ആണ്. ദേ ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. മാംഗനീസ് ഡയോക്സൈഡ് ഒരു പർപ്പിൾ കളർ നൽകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഉണ്ട്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓറഞ്ച് കളർ നൽകുന്നുണ്ട്. ഇങ്ങനെയുള്ള മിക്ക കോമ്പൗണ്ട്സും എന്ത് ചെയ്യുന്നുണ്ട്? ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ കോമ്പൗണ്ടുകളാണ്. അപ്പോൾ ദേ ഫോംസ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. ദാറ്റ് ഈസ് അനദർ പ്രോപ്പർട്ടി. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഫോംസ് കളേർഡ് കോമ്പൗണ്ട്സ്. അപ്പോൾ 4 പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കളേർഡ് കോമ്പൗണ്ട്സിനെ ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അതായത് ഡി ബ്ലോക്ക് എലമെന്റിനെ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട്സിനെ നമ്മൾ കാറ്റലിസ്റ്റുകളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റുകൾ മീൻസ് കാറ്റലിസ്റ്റുകൾ എന്ന് വെച്ചാൽ ഉൾപ്രേരകങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. എന്താണ് ഉൾപ്രേരകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഉൾപ്രേരകങ്ങൾ വിളിക്കുന്നത്. They cannot undergo any chemical reaction, but they
but they influence the rate of chemical reaction. Such substances are called a catalyst. Okay. ഇപ്പോൾ മാംഗനീസ് ഡയോക്സൈഡ് ഒരു കാറ്റലിസ്റ്റ് ആണ്. മാംഗനീസ് ഡയോക്സൈഡ് ആക്ട് ആസ് എ കാറ്റലിസ്റ്റ്. അതുപോലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അമോണിയ നിർമ്മാണത്തിൽ വി ക്യാൻ യൂസ് സ്പോഞ്ചി അയൺ എന്ന് പറയുന്ന ഒരു ഡി ബ്ലോക്ക് എലമെന്റ് ആണ്. വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കാറ്റലിസ്റ്റ്. അത് നമുക്ക് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ വി ക്യാൻ യൂസ് വനേഡിയം പെന്റോക്സൈഡ് ആസ് എ കാറ്റലിസ്റ്റ്. അപ്പോൾ ദാറ്റ് ഇസ് എ കാറ്റലിറ്റിക് പ്രോപ്പർട്ടി ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അപ്പോൾ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? കാറ്റലിസ്റ്റുകളായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാൻ പറ്റും? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. Okay, one more property is there, that is very very important property. D block element shows variable oxidation state. D block മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. അപ്പോൾ D block elements forms or shows variable oxidation state. അപ്പോൾ അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ് ഓഫ് D block elements ആണ്. D block elementന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. So for example, when you look at the element when you look at the compound FeCl2 and FeCl3. Okay, iron combines with chlorine to form two types of compounds, FeCl2 and FeCl3. We know that. How will you calculate the oxidation number of iron in FeCl2? നമ്മൾ കഴിഞ്ഞ വർഷം 9th പഠിച്ചിട്ടുണ്ട് എങ്ങനെ നമുക്ക് FeCl2നകത്ത് Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാമെന്ന്. In the case of chlorine is 17th group element. So its oxidation state is always -1. നമുക്കറിയാം ഹാലോജൻസിന്റെ കേസ്, ഹാലോജനുകളുടെ കേസിൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എപ്പോഴും എത്രയായിരിക്കും? -1 ആയിരിക്കും എന്ന് അറിയാം. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ FeCl2ൽ ക്ലോറിൻ്റെത് -1 എന്ന് കൊടുത്തു. ആൻഡ് ഹിയർ വി ടേക്ക് ഇറ്റ് ആസ് X. നമുക്ക് അതിൻ്റെ അറിയത്തില്ല, സോ ഇറ്റ് ഈസ് ടേക്കൺ ആസ് X. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? We know that in the case of a compound, the sum of the oxidation state is 0. അതായത് X plus -1. So there are two chlorine atoms, so -1 into 2 is equal to 0 നമുക്കറിയാം. So therefore the value of X is equal to ഈ -1 into 2 -2 അല്ലെങ്കിൽ X minus 2 is equal to 0. Therefore X is equal to +2. So the oxidation state of Fe in FeCl2 is +2. Okay. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇവിടെ അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടി +2 എന്ന് കിട്ടി. അതുപോലെ നമുക്ക് ക്ലോറിനെ ഇവിടെ കണ്ടുപിടിക്കും. ഇവിടെ -1 എന്ന് എടുക്കുന്നു. Here it is taken as X. കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം X plus -1 into 3 വരും. അപ്പോൾ X minus 3 is equal to 0 എന്ന് വരും. X is equal to +3 എന്ന് വരും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോ എനിവേ വി ഗെറ്റ് the oxidation state of iron as 3. സോ ഇവിടെ രണ്ടിടത്ത് നിങ്ങൾ കാണുന്നുണ്ട് അയൺ ആണ് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്തത്, ബട്ട് ഇറ്റ് ഫോംസ് ടു ടൈപ്സ് ഓഫ് കോമ്പൗണ്ട്സ്. ഇൻ ദീസ് കോമ്പൗണ്ട്സ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് അയൺ ഈസ് ഇൻ ഫസ്റ്റ് കോമ്പൗണ്ട് ഇറ്റ് ഈസ് +2 ആൻഡ് ഇൻ സെക്കൻഡ് കോമ്പൗണ്ട് ഇറ്റ് ഈസ് +3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ അയൺ ആണ് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിലും ഒന്നാമത്തെ കോമ്പൗണ്ടിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2ഉം രണ്ടാമത്തെ കോമ്പൗണ്ടിനകത്ത് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? +3 ആണ്. So it shows variable oxidation state. That is an important property of D block element. D block element shows variable oxidation state. അപ്പോൾ D block മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കും. That is very very important property. ഇനി എന്തുകൊണ്ട് why these D block element shows variable oxidation state? മറ്റുള്ള എലമെന്റ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ D block elements വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നത് നമുക്ക് നോക്കാം. Okay, for that, when you write the subshell electronic configuration of iron, its oxidation state is its atomic number is 26. So when you write the subshell electronic configuration, we get to 1s2, 2s2, 2p6, 3s2, 3p6, 3p6, 4s2, 3d6. Okay, this is a subshell electronic configuration of iron. അപ്പോൾ നമ്മൾ നോക്കുന്നു അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇതാണ് 3d6 4s2 ആണ് അതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, when it is in chemical reaction, first of all it changes into Fe2+ ions അല്ലേ. ഒരു ആറ്റം 2+ അയോണുകളായിട്ട് മാറുന്നു by donating 2 electrons from its outermost shell. Here in the case of iron its outermost shell is 4s അല്ലേ. ഒരു ആറ്റം +2 ഓക്സിഡേഷൻ കാണിക്കുന്നത് എപ്പോഴാണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുമ്പോഴായിരിക്കും. നമ്മൾ പറഞ്ഞായിരുന്നു എപ്പോഴും ഒരു ആറ്റം രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. ഹിയർ ഇൻ ദിസ് കേസ് ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഈസ് 4s. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഡൊനേറ്റ് 2 electrons from 4s subshell. So the configuration becomes 1s2, 2s2, 2p6, 3s2, 3p6 and 3d6. 4s ന് ഇലക്ട്രോൺസിനെ കൊടുത്തു, പിന്നെ 4s അവിടെ ഇല്ല. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്. അതുപോലെ Fe3+ ആയിട്ട് മാറുമ്പോഴോ it needs to liberate 3 electrons from its outermost shell, but its outermost shell is 4s, it contains only 2 electrons. Okay, the remaining 1 electron that is donated from the inner d subshell. Okay, it wants to liberate 3 electrons, but the outermost shell of Fe contains only 2 electrons. Okay, it needs to liberate
3 electrons. So the remaining 1 electron that is liberated from the or donated from the inner d subshell. അതായത് ഔട്ടർ മോസ്റ്റിനകത്ത് ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. പക്ഷേ Fe3+ അയോണുകളായിട്ട് മാറണമെങ്കിൽ 3 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. അപ്പോൾ ബാക്കി വരുന്ന 1 ഇലക്ട്രോൺ എവിടെ നിന്ന് വിട്ടുകൊടുക്കുന്നതാണ് പറയുന്നത്? ഇന്നർ ഡി സബ്ഷെല്ലിൽ നിന്ന് വിട്ടുകൊടുക്കും. So the electronic configuration becomes 1s2, 2s2, 2p6, 3s2, 3p6. ഒരു ഇലക്ട്രോൺ ഇവിടെ നിന്ന് കൊടുത്തു, എസ് നിന്ന് കൊടുത്തു. The remaining one is donated from the d subshell. So it becomes 3d5. So this shows a variable oxidation state. അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലും ഇന്നർ ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, ഊർജ്ജ വ്യത്യാസം വളരെ കുറവാണ്. So when it is in chemical reaction, under suitable conditions, it will donate electrons from outermost s subshell and inner d subshell. So it shows variable oxidation state. അതായത് അനുയോജ്യമായ സാഹചര്യങ്ങളിൽ ബാഹ്യതമ എസിൽ നിന്നും തൊട്ടുള്ളിലെ ഡി സബ്ഷെല്ലിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? അത് ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ത് ചെയ്യുന്നത്? വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് മനസ്സിലായല്ലോ. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ചില എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്കിന്റെ തൊട്ട് താഴെയായിട്ട് ഒരു ടേബിൾ കിടപ്പുണ്ട്. ആ ടേബിൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ കുറിച്ച്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ച്. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഈ ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. സോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. So thank you very much.